എവ്രിവൺ വെൽക്കം ബാക്ക്. സോ ഇത് അടുത്തൊരു ദിവസമാണ് നമ്മുടെ ഫ്ലാറ്റിനടുത്തുള്ളൊരു മോളിലേക്ക് വന്നേക്കാണ്. ആക്ച്വലി ഞാൻ ഇപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത് കുറച്ച് മ്യൂസിക്കൊക്കെ മുകളിലേക്ക് കയറിയപ്പോൾ ഉണ്ട്. അപ്പോൾ അത് കോപ്പിറൈറ്റ് അടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഞാൻ കുറേ സംസാരിക്കുന്നുണ്ട് ഇതിനകത്ത്, ഞാനതൊന്നും ഓർക്കാതെ നല്ലപോലെ സംസാരിച്ചായിരുന്നു. ആൻഡ് ഇത് ഞാൻ ഔട്ട്ഫിറ്റ് കാണിക്കുവാണ് നിങ്ങളെല്ലാവരെയും. പക്ഷെ ഞാൻ കുറച്ച് ഓവർ ഡ്രസ്ഡ് ആയിരുന്നു ആ മുകളിൽ, കാരണം ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ചാർമിനാറാണ്. അതിനാണ് ഞാൻ ഇത്ര വെൽ ഡ്രസ്ഡ് ആയിട്ട് നിന്നത്. ഓക്കെ, സോ ഇതിപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ആണ് ഗൂഗിളിന് വേണ്ടിയിട്ട്. ജസ്റ്റ് കുറച്ച് ഷർട്ട്സൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഞങ്ങൾ പല സ്ഥലത്ത് കയറി. അവസാനം നമുക്ക് ഇഷ്ടപ്പെട്ടിടത്തുനിന്ന് ഒന്ന് രണ്ടെണ്ണം പർച്ചേസ് ചെയ്തു. ജസ്റ്റ് റാൻഡംലി ചുമ്മാ കുറച്ച് ദിവസം അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയും നമ്മൾ കുറച്ച് ഷർട്ട്സ് എടുത്തേക്കാം എന്ന് വിചാരിച്ചു. ഒരുപാട് നമ്മൾ കൊണ്ടുവന്നില്ല. സോ അങ്ങനെ നമ്മൾ ഇപ്പോൾ ലാസ്റ്റിൽ US പോളോയിലോ മറ്റോ കയറി ഒക്കെ എടുത്ത് അവിടെ നിന്ന് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് എൻ്റെ അടുത്ത മെയിൻ എയിം എന്ന് പറഞ്ഞ് ചാർമിനാർ പോയിട്ടുള്ള ഷോപ്പിംഗ് ആണ്. അതേപോലെ തന്നെ അവിടുത്തെ ഫുഡ്, ഞാൻ കുറച്ച് ഫുഡ് കണ്ടുവച്ചിട്ടുണ്ട്, അത് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ചാർമിനാർ വന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, വരണം എന്ന് കുറേ പ്രാവശ്യമായിട്ട് വിചാരിച്ച സ്ഥലമല്ലേ, വന്ന് കണ്ടപ്പം ഫീൽ വെരി ഹാപ്പി. ആൻഡ് ഇനി നമ്മുടെ മെയിൻ പാർട്ട് ഷോപ്പിംഗ്, അതേപോലെ തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള. ബൺ മസ്കയും ഇറാനി ചായയും കഴിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. ആൻഡ് അങ്ങനെ ഫൈനലി ബൺ മസ്കയും ഇറാനി ചായയും ട്രൈ ചെയ്യുവാണ്. അങ്ങനെ കുറേ റിസർച്ച് ചെയ്തിട്ട് ബൺ മസ്കയും ഇറാനി ചായയും നിമ്ര കഫേ ആൻഡ് ബേക്കറിയിലെയാണ് ഏറ്റവും നല്ലതെന്ന് കണ്ടിട്ടാണ് നമ്മൾ അവിടെ വരുന്നത്. സത്യത്തിൽ എനിക്ക് ഇറാനി ചായ എന്ന് പറഞ്ഞ ചായ കുടിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ വികാരമൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. ഗോവലിന് ഇഷ്ടപ്പെട്ടു. അതിനൊപ്പം അവരൊരു കുക്കീസും തന്നിട്ടുണ്ടായിരുന്നു. ആ കുക്കീസ് ഇതിൽ മുക്കി കഴിക്കുമ്പം പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നോർമലി ഒരു ബട്ടർ കുക്കീസോ കാഷ്യൂ കുക്കീസോ നല്ലൊരു ചായയിൽ മുക്കി കഴിക്കുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ. എൻ്റെ വീട്ടിലെ അമ്മയുടെ ചായ ചിലപ്പോൾ ഇതിലും നല്ലതാണ് എന്ന് എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഡിഫറൻസ് ഒന്നും ഇറാനി ചായയിൽ പറയാൻ ഉണ്ടായില്ല. ആൻഡ് പിന്നെ അവരുടെ ബൺ മസ്ക വാസ് ഞാൻ കൊച്ചിയിലെല്ലാം കഴിച്ചതിൽ ഏറ്റവും നല്ല. ഇപ്പോൾ കൊച്ചിയിൽ ഭയങ്കര ഹൈപ്ഡ് ആയിട്ടൊക്കെ കാണിക്കുന്ന കുറേ ബൺ മസ്കാസ് ഉണ്ട്. അതൊക്കെ ഞാൻ കഴിച്ചു നോക്കിയിട്ടുള്ളത്, എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ബൺ മസ്ക വാസ് നൈസ്. കാരണം നല്ലൊരു അതിനൊരു ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഒരു ക്രീമി ടേസ്റ്റ് ആയിരുന്നു. നല്ലൊരു ക്രീം, ഒരു നല്ല ഡെൻസ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൊള്ളായിരുന്നു. എനിക്ക് ഭയങ്കര അങ്ങനെ അങ്ങ് മെസ്മറൈസ്ഡ് ആവുന്ന ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ഞാൻ കൊച്ചിയിൽ കഴിച്ചത് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലതായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഒരു നല്ല ക്രീമി ബട്ടറി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ബൺ മസ്ക ഇറാനി ചായ എക്സ്പീരിയൻസ്. ഇനി നിങ്ങൾ ആർക്കെങ്കിലും ഇതിന് അല്ലാതെ വേറെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടല്ലോ, വേറെ ഏതെങ്കിലും ഷോപ്സ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചതാണ്. ഇനി എൻ്റെ നെക്സ്റ്റ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്, മിലാൻ ജ്യൂസ് സെൻറ്റർ. ഭയങ്കര അടിപൊളിയായിട്ട് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ മൾബറി മലായ്. അതാണ് എൻ്റെ മൈൻഡ് മൊത്തം ഹൈദരാബാദ് ചെന്നപ്പോൾ മുതൽ അത് കഴിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഫേസിലെ എക്സൈറ്റ്മെൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ദാറ്റ് വാസ് 10 on 10 എന്ന് പറയാൻ പറ്റത്തില്ല, 100നും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രേ പറയാൻ പറ്റും. അത്രയധികം ടേസ്റ്റിയറാണ്, അത്ര ഫ്ലേവർഫുള്ളാണ്, ഒരു രക്ഷയില്ല. എനിക്കൊരു 10 നന്നായിരുന്നെങ്കിൽ ഞാൻ കുടിച്ചേനെ. പിന്നെ ഒരു ഹോപ്പും ഇല്ല. നമ്മൾ ഓർഡർ ചെയ്തൊരു സാധനമാണ് സ്ട്രോബെറി സ്മൂത്തി, സ്ട്രോബെറി ഷേക്ക് എന്നോ മറ്റോ ആണ് അവർ പറഞ്ഞത്. ദാറ്റ് വാസ് ഓൾസോ യം, ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ ലൈഫിൽ കുടിച്ചതിൽ ദി ബെസ്റ്റ്. അപ്പോൾ അത് വേറെ ഒരുപാട് ഷോപ്സിൽ അവിടെ അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ മിലാൻ ജ്യൂസ് സെൻറ്ററിൽ തന്നെ പോകണം. അവിടെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സാധനം കിട്ടുന്നത്. ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടാണ് പോയത്. ആൻഡ് ദാറ്റ്സ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ്, ഒരു മാറ്റവും ഇല്ല, അടിപൊളിയാണ്. പിന്നെ കുറച്ച് കൊച്ചു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ തിരിച്ച് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോവാം. എനിക്ക് ശരിക്കും എൻ്റെ ഔട്ട്ഫിറ്റ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല ഫോട്ടോസ് കിട്ടിയില്ല എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. കാരണം അവിടെ നല്ല ഓവർ ക്രൗഡഡ് ആണ്. നിങ്ങൾ എപ്പോഴും അവിടെ പോകുമ്പോൾ നമ്മളുടെ ക്യാരി ചെയ്യുന്ന സാധനങ്ങൾ, ഫോണ്, പേഴ്സ്, ബാഗ് ഇതൊക്കെ ശ്രദ്ധിക്കണം, കാരണം അത്ര ക്രൗഡഡ് ആണ്. പക്ഷേ ഓവറോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ തിരിച്ച് ഫ്ലാറ്റിന് താഴെ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു നല്ല ജ്യൂസ് കുടിച്ചിട്ട് നേരെ പോയി കിടന്നു.